ഹലോ, ഇന്ന് നമുക്ക് എൻ്റെ വീട്ടിലുണ്ടായ നാടൻ പാവയ്ക്ക വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കറി വെക്കാം കേട്ടോ. ഒട്ടും കയ്പ്പുണ്ടാവില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കയ്പ്പൊക്കെ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞ് അതിലേക്ക് സവാള, തക്കാളി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ഇടണം കേട്ടോ. ഞാൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് കറി വെക്കാൻ പോണത്. നല്ല അടിപൊളിയാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാ നമ്മളെ പുളിയാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കയ്പ്പൊക്കെ വേവാൻ പാകത്തിനുള്ള വെള്ളം വേണം കേട്ടോ, പുളിവെള്ളം. ഇനി നമുക്ക് ഉള്ളിയും വലിയ ജീരകവും തേങ്ങയും കൂടിയിട്ട് പാലെടുത്തിട്ട് വെക്കാം. അപ്പോഴേക്കും നമ്മളെ ഗ്രേവിയൊക്കെ ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. കയ്പ്പൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അധികം തിളപ്പിക്കാൻ പാടില്ല, ഒന്ന് ചൂടാക്കി എടുക്കാനേ പാടൂ കേട്ടോ. അല്ലെങ്കിൽ ഈ തേങ്ങാപ്പാൽ ഇങ്ങനെ പിരിഞ്ഞ പോലെ ആയിട്ട് കറിക്ക് കട്ടിയില്ലാതായി പോവും. അപ്പോൾ ഒന്ന് വരാറാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ചുവന്നുള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു 4-5 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി മുളകും പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് വേണം നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ കറിക്കൊരു പ്രത്യേക ഭംഗിയും ഉണ്ടാവും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അടച്ച് മൂടി വെക്കണം കുറച്ച് നേരം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പാവയ്ക്കക്കറി. ഇത് കഴിക്കാത്തവരൊക്കെ കഴിക്കും, കാരണം ഇത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെക്കണോണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. കയ്പ്പൊന്നും എടുക്കില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.